നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പേടി കൂടാതെ എങ്ങനെ ഓടിക്കാം, തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. പലർക്കും പേടിയാണ്, ലൈസൻസ് കയ്യിലുണ്ടായിട്ട് വാഹനം വീട്ടിലുണ്ട്, സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ പേടിയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണുക. അറിയാവുന്നവരാരും ഈ ഒരു വീഡിയോ കാണണമെന്നേ ഇല്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങി, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം ലൈസൻസ് ഞാൻ പറഞ്ഞല്ലോ, ലൈസൻസും കയ്യിലുണ്ട്, വണ്ടി വീട്ടിലുണ്ടായിട്ട് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്ത പലരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അതായത് എങ്ങനെയാണ് പേടി കൂടാതെ വാഹനം ഓടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിന് പേടി കൂടാനുള്ള കാരണം എന്താ? നമ്മൾ ആ ഉപയോഗിക്കുന്ന സാധനമായിട്ട് നമുക്കൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പേടി കൂടാനുള്ള കാരണം. നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിന്റെ ആവശ്യമുണ്ട്, ക്ലച്ചിന്റെ, ബ്രേക്കിന്റെ, ആക്സിലറേറ്ററിന്റെ, ഗിയറിന്റെ എല്ലാം ആവശ്യമുണ്ട്. അതിൽ കൃത്യമായിട്ടൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പേടികൾ കൂടാനുള്ള കാരണം. കാരണം നമ്മൾ ഈ പലരും ഈ പഠിച്ചു വെച്ചിരിക്കുന്ന സ്റ്റിയറിംഗും ഗിയറും പഠിച്ച ഡ്രൈവർ ആയെന്നാണ്. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗും ഗിയറും മാത്രം പഠിച്ചുകൊണ്ട് കാര്യങ്ങളായോ? എന്തൊക്കെയാണ് സ്റ്റിയറിംഗിൽ അടങ്ങിയിരിക്കുന്നത്? നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മതി സ്റ്റിയറിംഗ്. അപ്പൊ സ്റ്റിയറിംഗിൽ എന്തൊക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്? സ്റ്റിയറിംഗിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗിയറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഓരോന്നിനെ പറ്റി ഓരോന്നോരോന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പേടികൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. എങ്ങനെ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടുപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കുന്നതിനുള്ള പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടാണ് നിർത്തി. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാലോ, 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് ഞാൻ പഠിച്ചതാണെന്നും അതിന്റെ വാഹന വീലുണ്ടായിട്ടും എന്തുകൊണ്ടിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്. എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നു. പല ഇപ്പൊ സ്റ്റിയറിംഗ് തൊട്ടില്ല, പിന്നെ ബന്ധമില്ല. കണ്ടില്ലേ, ഞാനിപ്പോ ഈ സ്റ്റിയറിംഗ് തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വണ്ടിയുടെ വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഗുണവും നമുക്ക് ഈ സ്റ്റിയറിംഗുമായിട്ട് ഇല്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെയും എടുത്ത് നോക്കണം. അതായത് ഗിയർ ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കണ്ടില്ലേ, ഞാനിപ്പോ ഒരു ഗിയർ ഇടുന്നു. ഞാനിപ്പോ ഈ ഗിയർ തൊട്ടോണ്ടാണ് അതിന് ബന്ധം വന്നത്. ഞാൻ ഇതാണെങ്കിലും ഗിയറാ, അതുപോലെ തന്നെ ഇതായാലും ഗിയറാ, അതുപോലെ തന്നെ ഇതായാലും ഗിയറാണ്. അപ്പൊ ഗിയർ എന്തിനാ? ഗിയർ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ സമയത്ത് നമുക്ക് ഗിയർ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഓരോന്നിനെ പറ്റിയും കൃത്യമായിട്ട് നമ്മൾ ഓരോന്നും എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലറേറ്റർ ഉണ്ട്. നമ്മളിപ്പോ ഈ വേറെ ഒരു സംഭവത്തിലല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. 4-5 സാധനം കൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, ബ്രേക്ക് എന്തിനൊക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. പലർക്കും ക്ലച്ചിനെ പറ്റി യാതൊരു ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും ക്ലച്ച് എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ വണ്ടി നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയാതെ വരുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് എന്തിനു വേണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെല്ലാം നമ്മൾ ക്ലച്ചിന്റെ സ്പർശനം ഉണ്ടല്ലോ ബന്ധമുള്ളൂ. അപ്പൊ നമ്മൾ അത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് ആ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ ക്ലച്ചിന്റെ ആവശ്യമില്ല. ഓരോന്നിനെ നമ്മൾ എടുത്തു നോക്കണം. സ്റ്റിയറിംഗ് തൊട്ടാൽ നമുക്ക് സ്പീഡ് കൂട്ടാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് തൊട്ട് കഴിഞ്ഞാൽ ഗിയർ ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് തൊട്ട് നിർത്താൻ പറ്റത്തില്ല. അത് സ്റ്റിയറിംഗ് കൊണ്ട് സ്പീഡ് കൂട്ടാൻ പറ്റുകയില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാത്തിലും ഈ എന്തൊക്കെയാണ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വേണ്ടത്, അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഓരോന്നും താരതമ്യപ്പെടുത്തി നോക്കണം. തിരിച്ചു മറിച്ച് നോക്കണം. ബ്രേക്ക് ചവിട്ടിയാൽ നമുക്ക് തിരിക്കാൻ കഴിയത്തില്ല. അതുപോലെ ബ്രേക്ക് ചവിട്ടിയാൽ ഗിയർ മാറാൻ കഴിയത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ഈ 5 സാധനത്തിലും നമ്മൾ മാറിയും തിരിഞ്ഞും ഓരോന്നിലും നോക്കണം. ഇതിനൊക്കെ എന്തൊക്കെ സാധിക്കും, ഇത് നമ്മൾ പ്രസ് ചെയ്താൽ, ഇതേപോലെ നമ്മൾ സ്പർശനം വന്നാൽ എന്തൊക്കെ അതിനകത്തൊരു ഗുണങ്ങളുണ്ട് എന്ന് ഓരോന്നിനെ പറ്റി നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് ആ പേടികൾ കൃത്യമായിട്ട് മാറി ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയി, അല്ല ഇന്നൊരു വീഡിയോ ചെയ്ത കമന്റ് ബോക്സിൽ നിന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ ഈ ചാനലിന്റെ താഴെ ഏതൊരു വീഡിയോയുടെ താഴെ വന്നാൽ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇന്നൊരു വീഡിയോ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അന്നേരം യൂസ്ഫുൾ ആയി, എന്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അന്നേരം യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.